നാളെ തീരുവട 2025. വളരെ വിഷമത്തോടാണെങ്കിലും എനിക്കിത് പറഞ്ഞല്ലേ പറ്റൂ. ഈ ഒരു വർഷം എനിക്ക് വളരെ സ്പെഷ്യലായിരുന്നടാ. കാര്യം നിങ്ങളുടെയൊക്കെ മുന്നിൽ ആദ്യമായിട്ട് വന്നത് ഫെബ്രുവരി 14, 2025 ആ കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷവുമുണ്ട്. 2025 ഞാൻ ഒരു ഫോൺ എടുത്തത്. അത് എനിക്കൊരു വലിയ പ്രൗഡ് മൊമെൻ്റ് അല്ലേടാ. പിന്നെ എൻ്റെ മിട്ടു, എൻ്റെ ലോലപ്പൻ, അങ്ങനെ കുറേ ആൾക്കാർ. ഇതായിരുന്നു ഞങ്ങളുടെ ഓണം. ആൻഡ് ഈ വർഷത്തെ ഓണം വെരി വെരി സ്പെഷ്യൽ. പിന്നെ എൻ്റെ കുറേ കൂട്ടുകാരെ എനിക്ക് ഈ വർഷം നേടാൻ കഴിഞ്ഞടാ. പിന്നെ കുറച്ച് സങ്കടമായിട്ടുള്ള കാര്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ, അമ്പലത്തിലെ ആദ്യത്തെ ചെറപ്പാണ് കൈസ് ഇത്. ചെറപ്പ് എല്ലാ വർഷം നടത്തുമെങ്കിലും ഈ വട്ടത്തെ എന്തോ ഒരു സ്പെഷ്യാലിറ്റി ആയിരുന്നു. ഇതാണ് എൻ്റെ സ്വീറ്റ് ഫ്രണ്ട്സ്. എനിക്കിവരെ ഒരിക്കലും മറക്കാൻ പറ്റില്ല കേട്ടോ. എൻ്റെ അനിയൻ, പിന്നെ എന്താ പറയുക, എൻ്റെ ലോലപ്പൻ, പിന്നെ എൻ്റെ മിട്ടു, അങ്ങനെ അങ്ങനെ അങ്ങനെ. ഇതെൻ്റെ ട്യൂഷൻ ക്ലാസ്സിലെ കോപ്രായങ്ങളൊക്കെ ആണ്. പിന്നെ എൻ്റെ കസിൻ ചേച്ചി, അത് കണ്ടിട്ട് ആരും ഒന്നും പറയില്ലേ, ഉഷാമ്മയുടെ സ്റ്റാറ്റസിൽ നിന്ന് അടിച്ചു മാറ്റിയതാടാ. എന്താണെങ്കിലും ഇവർ രണ്ടുപേരും എനിക്ക് എൻ്റെ ഓൾവേസ് എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും മറക്കാൻ പറ്റാത്തവരാണ്. അതും ടീച്ചറിൻ്റെ തന്നെ അടിച്ചു മാറ്റിയതാണ്, കാര്യമാക്കണ്ട. അതെ കണ്ടാ, ഇത് നോക്കടാ, ഇത് ആർക്കടാ സന്തോഷമില്ലാതെ വരിക. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് അല്ല ലാസ്റ്റ് കലോത്സവം ഇൻ UP സെക്ഷൻ ഗൈസ്. പിന്നെ ഇവളുമാരൊക്കെ ആയിട്ടുള്ള ഫോട്ടോസാണ് ഞാൻ ഇതിൽ കൂടുതലും ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ എനിക്ക് എന്താ പറയുക, എൻ്റെ സിദ്ധപ്പൻ്റെ ബർത്ത്ഡേ വന്നു. പിന്നെ ആദ്യമായിട്ട് ഞാൻ ഒരു പൊങ്കാല കൂടാൻ പോയി. പിന്നെ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ക്രിസ്മസ് കേക്ക്. എന്ത് പറ്റിയിടോ കറിയണമെന്നൊന്ന് നോക്കണ്ട ഗൈസ്. കാര്യം ഈ ഒരു വീഡിയോസ് എല്ലാം കൂടി കണ്ടപ്പോൾ എനിക്കെന്തോ ഭയങ്കര സങ്കടമായി. മിട്ടു ആൻഡ് ലൂണപ്പൻ അവരിപ്പം എന്താണ് മൂളി ഇരുന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരിക്കും. കാര്യം ഈ രണ്ട് പേരും നമ്മൾക്ക് ഇനിയൊരു ലോകത്തില്ല. ഞാൻ അത് പറയാതിരുന്നത് എനിക്ക് പിന്നെയും ഞാൻ ഈ ഒരു വീഡിയോസ് കാണുമ്പോൾ ഞാൻ പിന്നെയും കരയല്ലോ എന്ന് ഓർത്തിട്ട് തന്നെയാണ്. എനിക്ക് ഈ ഒരു കാര്യം പറയുമ്പോഴും എനിക്ക് ഭയങ്കര സങ്കടമാണ്. ആൻഡ് ഞാൻ കരയുന്നൊരവസ്ഥയിൽ നിൽക്കുന്നതും കൂടെ ആണ്. ഭയങ്കര വിഷമത്തിലാണെങ്കിലും പറഞ്ഞല്ലേടാ പറ്റൂ. എൻ്റെ 2025 ജേണി എന്ന് പറയുമ്പം ഇതും കൂടി ഇല്ലേ. എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു വർഷം എനിക്ക് വളരെ വളരെ സ്പെഷ്യലാണ്. ഈ ഒരു വർഷം നമ്മളൊരു യൂട്യൂബ് ജേണി തുടങ്ങി. ആൻഡ് അടുത്ത വർഷം ഫെബ്രുവരി 14 അതിനൊരു വർഷമാവുന്നു. അതിന് മുന്നേ 1K ഒക്കെ കാണണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സാധിക്കാനായിട്ട് പറ്റും. ആൻഡ് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ പറ്റൂടാ. എന്തിരുന്നാലും എനിക്ക് പിന്നെ എൻ്റെ ഫ്രണ്ട്സ്, ഇവരെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ ആരാണ്? ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അതല്ല ഞാൻ സ്പെഷ്യലായിട്ട് ഈ ഒരു വീഡിയോയിൽ 2 പേരാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ളത്, താങ്ക് യു ഗൈസ്. നിങ്ങളാണ് എന്നെ എന്താ പറയുക, മിക്കതിൽ നിന്ന് എന്നെ മോട്ടിവേറ്റ് ചെയ്തത് എന്നുള്ള ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്. നിങ്ങൾക്ക് ഉണ്ടോയെന്നൊന്നും അറിയില്ല, എങ്കിലും എനിക്കുണ്ട്. ആൻഡ് 2 പേര് ഹിമ ആൻഡ് ആര്യ, താങ്ക് യു. ഇതിനി എന്തായാലും ലോങ് വീഡിയോ ആയിട്ട് ഇടാനേ പറ്റത്തുള്ളൂ ഗൈസ്. കാര്യം ഇനിയും കുറേ കാര്യങ്ങൾ എനിക്ക് 2025 കുറിച്ച് പറയാനായിട്ടുണ്ട്. എന്തായാലും 3 മിനിറ്റിൻ്റെ വീഡിയോയിൽ ഇതൊന്നും തികയത്തില്ല. എങ്കിലും ഞാൻ പറയുന്നു, എനിക്ക് 2 പേരും സ്പെഷ്യലാണ് ഗൈസ്. താങ്ക് യു ഡിയേഴ്സ്. Dear 2025, you are special to me. The reason എനിക്ക് കുറേ സന്തോഷങ്ങളും സങ്കടങ്ങളും തന്നൊരു വർഷമായിരുന്നു ഇത്. എനിക്കറിയില്ലടാ, അറിയില്ല, എന്തോ ഒരു വിഷമം. 2026 2 കൈയോടെ സ്വീകരിക്കാൻ എന്തോ ഒരു മടി. 2025 ഭംഗിയാകട്ടെ എന്ന് നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. ഈ 2026 എനിക്ക് വളരെ സ്പെഷ്യലായിരുന്നവരായിരുന്നു എൻ്റെ 2 ഫ്രണ്ട്സ്. ഇനി എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ എൻ്റെ ലൈഫിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവന്നു. താങ്ക്സ് ഡിയേഴ്സ്. ബട്ട് ഇപ്പോൾ നിങ്ങൾ എന്നെ വിളിക്കുമോ, സ്കൂളിൽ വെച്ച് കാണുമ്പോൾ സംസാരിക്കുകയോ ഒന്ന് നോക്കി ചിരിക്കുകയോ ചെയ്യാറില്ല. ഇപ്പോൾ ഞാൻ അതിനോട് ചേർന്ന് വരുവാടാ. നിങ്ങൾ എന്നോടും മിണ്ടുന്നില്ല, അതിനാൽ ഞാൻ നിങ്ങളോടും മിണ്ടുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും ലൈഫ് ഒന്നല്ലേ ഉള്ളൂ, അത് സന്തോഷിക്കാനുള്ളതാടാ. ഇപ്പോഴും വെരി ഹാപ്പി.
നിങ്ങൾ മിണ്ടിയില്ലെങ്കിലും കുറച്ച് സങ്കടത്തോടാണ് പറയുന്നെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കഥയുടെ ബാക്കി പറയാം. കുഴപ്പമില്ലെന്ന് ഞാൻ പറയത്തില്ല, എങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകുന്നു. കഥയുടെ ബാക്കി പറയാവേ. എന്തൊക്കെ പറഞ്ഞാലും താങ്ക് യു ഡിയേഴ്സ്, നന്ദിയും കടപ്പാടും ഉണ്ട് നിങ്ങളോടെ. നമുക്ക് കഥയുടെ ബാക്കിയിലേക്ക് വരാം അല്ലേ. ഈ ഒരു വർഷത്തിൽ എനിക്ക് എൻ്റെ അമ്മ ഒരു ഫോൺ വാങ്ങി തന്നു. താങ്ക് യു അമ്മ, ആൻഡ് താങ്ക് യു മൈ ഡാഡ്. എന്തിനും ഏതിനും എന്നെ ഹെൽപ്പ് ചെയ്തു. ലവ് യു ഡിയേഴ്സ്. ഇനി ഈ വീഡിയോ എങ്കിലും കണ്ടിട്ട് എന്നെ അവർ വിളിക്കാമെന്ന് നമുക്ക് നോക്കാട്ടോ. ഈ വീഡിയോ എൻ്റെ കൂട്ടുകാരായ ആ 2 പേര് കാണുന്നുണ്ടെങ്കിലേ എന്തെങ്കിലും റെസ്പോൺസ് ചെയ്യണേ. നാളെ ന്യൂ ഇയർ അല്ലേടാ. ഒന്നുകൂടെ പറയുവാണേ, എൻ്റെ കൂട്ടുകാരായ ആ 2 പേരും കൂടാതെ ഒരാൾ കൂടെ ഉണ്ട്. അത് ആക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. ആളും വിളിച്ചിട്ട് നാളുകൾ കുറേ ആയി. ഇവരൊക്കെ വിളിച്ചാൽ നല്ലത്. പിന്നെ എന്താ പരിപാടി, അടിച്ചുപൊളിയല്ലേ. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു ഡിയേഴ്സ് 2025 ആൻഡ് വെൽക്കം ഡിയർ 2026. അപ്പോൾ എല്ലാവർക്കും പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കത്തില്ലല്ലോ അല്ലേ. അപ്പോൾ നാളെ ന്യൂ ഇയർ ആശംസകൾ. നാളെയല്ല, ഇന്ന് ഞാനത് പറയുകയാണ്. ഹാപ്പി ന്യൂ ഇയർ. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ 3 കൂട്ടുകാർക്ക്. സോ ഗൈസ്, ടാറ്റാ ബൈ ബൈ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്, ഷെയർ മൈ വീഡിയോ. ബൈ ബൈ, ഗുഡ് നൈറ്റ്. നാളെ വെൽക്കം 2025. ടാറ്റാ ബൈ ബൈ 2026. സങ്കടത്തോടെയാണെങ്കിലും പറയുവാണേ, ഒന്നും വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെ, എല്ലാവരും കിടക്കാനായിട്ട് പോവുമല്ലേ. അപ്പോൾ ബായ്. പിന്നെ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് ആ ലൈക്ക് ബട്ടണും പിന്നെ ആ സബ്സ്ക്രൈബ് ബട്ടണും ഒന്ന് അമർത്തിയേക്കണേ. അപ്പോൾ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ് സ്ട്രാഡലി വ്ളോഗ്സ്.